ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 7 മാത്സ് ചാപ്റ്റർ 8 റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ, പേജ് നമ്പർ 126, പാർട്ട് 7. കാൽക്കുലേറ്റ് ദ പ്രോഡക്ട്സ് ബിലോ ഇൻ ഹെഡ്. ചുവടെയുള്ള ഗുണനഫലങ്ങൾ മനക്കണക്കായിട്ട് ചെയ്യുക. ഇതിൽ ഫസ്റ്റ് വൺ 5 സ്ക്വയർ ഇൻറ്റു 4 സ്ക്വയർ. അപ്പോൾ നമുക്ക് രണ്ട് നമ്പേഴ്സും ഒരു ബ്രാക്കറ്റിലാക്കുക. 5 ഇൻറ്റു 4 ദി ഹോൾ സ്ക്വയർ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഹോൾ സ്ക്വയർ, രണ്ടിലും പവർ 2 ആണല്ലോ, അപ്പോൾ ഒരു പവർ എഴുതിയാൽ മതി. എന്നിട്ട് ബ്രാക്കറ്റിനുള്ളിലുള്ള 5ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 സ്ക്വയർ. അതിൻ്റെ അർത്ഥം എന്താണ്? 20യെ 2 ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക. 20 ഇൻറ്റു 20, അപ്പോൾ ആൻസർ 400. സെക്കൻഡ് ക്വസ്റ്റ്യൻ 5 ക്യൂബ് ഇൻറ്റു 6 ക്യൂബ് ഈക്വൽ, രണ്ടിൻ്റെയും പവർ ക്യൂബ് 3 ആണല്ലേ. അപ്പോൾ നമുക്ക് 5നെയും 6നെയും ബ്രാക്കറ്റിനുള്ളിലാക്കുക. 5 ഇൻറ്റു 6 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഒരു പവർ എഴുതിയാൽ 3. 5 ഇൻറ്റു 6 ദ ഹോൾ റൈസ് ടു 3. ഇനി ബ്രാക്കറ്റിനുള്ളിലുള്ള 5ഉം 6ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30 റൈസ് ടു 3. അതിൻ്റെ അർത്ഥം എന്താണ്? 30യെ 3 ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക. 30 ഇൻറ്റു 30 ഇൻറ്റു 30. അപ്പോൾ ആൻസർ എത്രയാണ്? 27,000. തേർഡ് ക്വസ്റ്റ്യൻ 25 റൈസ് ടു 3 ഇൻറ്റു 4 റൈസ് ടു 3. അപ്പോൾ രണ്ടിൻ്റെയും പവർ സെയിം ആണ്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 25 ഇൻറ്റു 4 ബ്രാക്കറ്റിനുള്ളിൽ എഴുതുക, റൈസ് ടു ദ ഹോൾ റൈസ് ടു 3 മുകളിൽ എഴുതുക, ഈക്വൽ 25 ഇൻറ്റു 4 എത്രയാണ്? 100 റൈസ് ടു 3. അതിൻ്റെ അർത്ഥം 100നെ 3 ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യണം. 100 ഇൻറ്റു 100 ഇൻറ്റു 100. അപ്പം നമുക്ക് എത്ര കിട്ടും? 10 lakh. ഫോർത്ത് ക്വസ്റ്റ്യൻ 125 സ്ക്വയർ ഇൻറ്റു 8 സ്ക്വയർ. അപ്പോൾ ഇവിടെ രണ്ടിൻ്റെയും പവർ 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്ന? 125 ഇൻറ്റു 8 ബ്രാക്കറ്റിനുള്ളിൽ എഴുതുക, ദ ഹോൾ റൈസ് ടു 2. 125 ഇൻറ്റു 8 എത്രയാണ്? 1000 റൈസ് ടു 2. അപ്പോൾ 1000നെ 2 ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 lakh. സെക്കൻഡ് ക്വസ്റ്റ്യൻ റൈറ്റ് ഈച്ച് നമ്പർ ബിലോ ആസ് എ പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്രൈംസ്. ചുവടെയുള്ള സംഖ്യകളെ വ്യത്യസ്ത അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായി എഴുതുക. ഫസ്റ്റ് വൺ 15 സ്ക്വയർ. അപ്പോൾ 15നെ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്ത് എഴുതി നമ്മൾ നേരത്തെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതുപോലെയാണ്. ഇപ്പോൾ ഇത് നമുക്ക് അറിയാം എന്താണ്? 3 ഇൻറ്റു 5 ആണ് 15 അല്ലേ. അപ്പോൾ 3 ഇൻറ്റു 5 ബ്രാക്കറ്റിൽ എഴുതുക, ദ ഹോൾ സ്ക്വയർ. എന്നിട്ട് ആ സ്ക്വയറിനെ നമ്മൾ ഈ ബ്രാക്കറ്റിന് വെളിയിൽ 3ഉം 5ഉം ആക്കുമ്പോൾ ഈ 3ക്കും ആ സ്ക്വയർ എഴുതണം, 5നും സ്ക്വയർ എഴുതണം. അപ്പോൾ 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ. അടുത്തത് അത് നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്. അപ്പോൾ സെക്കൻഡ് വൺ 30 റൈസ് ടു 3. അപ്പോൾ 30യെ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? 2 ഇൻറ്റു 3 ഇൻറ്റു 5 അത് ബ്രാക്കറ്റിൽ എഴുതിയിട്ട് ദ ഹോൾ റൈസ് ടു 3. ആ 3 നമുക്ക് ഉള്ളിലുള്ള എല്ലാ നമ്പേഴ്സിനുണ്ട്, 2നും 3ക്കും 5നും ഉള്ളതാണ്. അപ്പോൾ നമ്മൾ വെളിയിൽ ബ്രാക്കറ്റ് മാറ്റി എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 2 റൈസ് ടു 3 ഇൻറ്റു 3 റൈസ് ടു 3 ഇൻറ്റു 5 റൈസ് ടു 3. തേർഡ് ക്വസ്റ്റ്യൻ 12 സ്ക്വയർ ഇൻറ്റു 21 സ്ക്വയർ. അപ്പോൾ നമുക്ക് ആദ്യം 12 സ്ക്വയറിന് ഫാക്ടറൈസേഷൻ ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 ഇൻറ്റു 3 ദ ഹോൾ റൈസ് ടു 2. ഇനി ബ്രാക്കറ്റ് മാറ്റിയിട്ട് എങ്ങനെ എഴുതാം? ഈക്വൽ 2 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ. അടുത്ത 21 സ്ക്വയറിനെ ഫാക്ടറൈസേഷൻ ചെയ്ത് എഴുതുമ്പോൾ 7 ഇൻറ്റു 3 ദ ഹോൾ റൈസ് ടു 2. ഇനി ആ ബ്രാക്കറ്റ് മാറ്റി എഴുതുമ്പോൾ 7 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ. ഇനി നമുക്കിതെല്ലാം എടുത്തെഴുതാം. ക്വസ്റ്റ്യൻ എന്താണ്? 12 സ്ക്വയർ ഇൻറ്റു 21 സ്ക്വയർ ഈക്വൽ, ആദ്യം 12 സ്ക്വയറിൻ്റെത് എഴുതാം, 2 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ. ഇനി 21 സ്ക്വയറിൻ്റെത് എന്താണ്? 3 സ്ക്വയർ ഇൻറ്റു 7 സ്ക്വയർ. അപ്പോൾ ഇതെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം 2 സ്ക്വയർ ഉണ്ടല്ലേ, അപ്പോൾ 2 അതിൽ ഒരു 2 എഴുതാം. ഇനി പവർ ആഡ് ചെയ്ത് എഴുതുക. അപ്പോൾ 2 റൈസ് ടു 4. ഇനി 2 3 സ്ക്വയർ ഉണ്ട്, അപ്പോൾ ഒരു 3 എഴുതിയിട്ട് അതിൻ്റെ പവറിനെ ആഡ് ചെയ്ത് എഴുതാം, 3 റൈസ് ടു 4.
7 സ്ക്വയർ ഒന്നേ ഉള്ളൂ, അപ്പോൾ അതങ്ങനെ എഴുതുക 7 സ്ക്വയർ. അപ്പോൾ ആൻസർ 2⁴ ഇൻറ്റു 3⁴ ഇൻറ്റു 7 സ്ക്വയർ. അടുത്തത് 12 സ്ക്വയർ ഇൻറ്റു 21 ക്യൂബ്. ഇതും അതുപോലെ തന്നെയാണ്. നമുക്ക് ആദ്യം 12 സ്ക്വയറിനെ ഫാക്ടറൈസേഷൻ ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെയാണ് 2 ഇൻറ്റു 2 ഇൻറ്റു 3 അത് ബ്രാക്കറ്റിനുള്ളിൽ എഴുതിയിട്ട് ദ ഹോൾ സ്ക്വയർ ഈക്വൽ. ഇനി ബ്രാക്കറ്റ് മാറ്റി എഴുതുമ്പോൾ 2 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ. അടുത്തത് 21 സ്ക്വയർ, അതിന് എങ്ങനെയാണ് 7 ഇൻറ്റു 3 ദ ഹോൾ 21 സ്ക്വയർ അല്ല 21 ക്യൂബാണ്. അപ്പോൾ അതെങ്ങനെ എഴുതാം 7 ഇൻറ്റു 3 ദ ഹോൾ ക്യൂബ് ഈക്വൽ 7 ക്യൂബ് ഇൻറ്റു 3 ക്യൂബ്. ഇനി എല്ലാം ഒന്നും കൂടി എടുത്ത് എഴുതാം. 12 സ്ക്വയർ ഇൻറ്റു 21 ക്യൂബ് ഈക്വൽ 2 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ. അതാണ് നമ്മൾ 12 സ്ക്വയറിന് എഴുതിയത്. ഇനി അടുത്തത് 21 സ്ക്വയറിൻ്റെ ഏതാണ് 21 ക്യൂബിൻ്റെ ഏതാണ് 7 ക്യൂബ് ഇൻറ്റു 3⁻3. ഇനി നോക്കൂ, 2 2 സ്ക്വയർ ഉണ്ട്, അപ്പോൾ ഒരു 2 എഴുതിയിട്ട് മുകളിലുള്ള പവേഴ്സിനെ ആഡ് ചെയ്ത് എഴുതാം. അപ്പോൾ 2⁴. അതുപോലെ 3 സ്ക്വയർ ഉണ്ട്, 3⁻3 ഉണ്ട്, അപ്പോൾ 2 3യുടെ പവേഴ്സ് ഉണ്ടല്ലേ, അപ്പം ഒരു 3 എഴുതുക, എന്നിട്ട് പവേഴ്സിനെ ആഡ് ചെയ്ത് എഴുതുക. 2ഉം 3യും മുകളിലുള്ള പവേഴ്സ് 2ഉം 3യും ആണ്. അത് ആഡ് ചെയ്ത് എഴുതുമ്പോൾ 5 3⁵. 7 ക്യൂബ് ഒന്നേ ഉള്ളൂ. അപ്പോൾ ആൻസർ 2⁴ ഇൻറ്റു 3⁵ ഇൻറ്റു 7⁵3. ഇനി നമുക്കിതിലെ ഫോർമുലകളൊക്കെ ഒന്ന് എഴുതി വയ്ക്കാം. ഓക്കെ, x⁻m ഇൻറ്റു x⁻n ഈക്വൽ x⁻m പ്ലസ് n. മുകളിലുള്ള പവേഴ്സിന് ആഡ് ആണ് ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ. ഓക്കെ, അടുത്ത ഡിവിഷൻ x⁻m ഡിവിഷൻ x⁻n. അതിൽ m എന്ന് പറയുന്ന പവർ വലുതാണെങ്കിൽ m ഈസ് ഗ്രേറ്റർ ദാൻ n ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ആ ഗ്രേറ്റർ പവറിൻ്റെ അടുത്തോട്ട് സ്മോളർ പവർ കൊണ്ടുപോയി മൈനസ് ചെയ്യണം അല്ലേ, x⁻m മൈനസ് n. അടുത്തത് നോക്കൂ, x⁻m ഡിവിഷൻ x⁻n ആണ്. ഇതിൽ m ഈസ് ലെസ് ദാൻ n. m എന്ന് പറയുന്നത് n-നേക്കാട്ടിൽ ലെസ് ആണെങ്കിൽ, ചെറുതാണെങ്കിൽ നമ്മൾ n ആണല്ലോ അവിടെ വലുത്, അപ്പോൾ n-ൻ്റെ അടുത്തോട്ട് നമ്മൾ ആ ചെറിയ പവറിനെ കൊണ്ടുവന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ മുകളിൽ 1 എഴുതുക, 1 ഡിവൈഡഡ് ബൈ x⁻n മൈനസ് m. അടുത്തത് x⁻n y⁻n ഈക്വൽ എങ്ങനെയാണ്? രണ്ടിലും പവർ സെയിം ആയിട്ട് വന്നാൽ ബ്രാക്കറ്റിൽ xy ബ്രാക്കറ്റിൽ എഴുതുക, xy ദ ഹോൾ റൈസ് ടു n. അടുത്തത് x⁻m ദ ഹോൾ റൈസ് ടു n ആണെങ്കിൽ എങ്ങനെയാണ്? x⁻mn. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക.